ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു നോസ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഫസ്റ്റ് നിങ്ങളുടെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് ഇന്ന ദിവസം ചില കാര്യം നിങ്ങൾ മിസ്സ് ചെയ്യുന്നു, ചില വ്യക്തികളെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു, ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു. ഓക്കെ, ചില ഓർമ്മകൾ ഇങ്ങനെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും, മനസ്സിൽ ചില പ്ലാനിങ്ങുകൾ വരുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് 9 7 3 7 13 4 11 2. ഓക്കെ, ഇതാണ് നിങ്ങളുടെ നമ്പർ. നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നെന്ന് നോക്കുക. എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആ മിസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതിവേഗം വന്നെത്തുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു സന്തോഷം വരുന്നു. നിങ്ങൾ മിസ്സായിരിക്കുന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുക. എന്തുകൊണ്ട് വരുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം വന്നു ചേരാൻ പോകുന്നു. സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. ചില ജോലികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില വ്യക്തികൾ സംഭവിച്ച് കാണും, ഇല്ലാത്തവർക്ക് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണോ നിങ്ങൾ മെസ്സേജ് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. 7 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ചില ചീറ്റിങ്ങുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഒളിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില മോഷണങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് ചില മോഷണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചീറ്റ് ചെയ്യുകയോ ചെയ്തതിനെ തുടർന്ന് നിങ്ങൾ ചില കോൺഫ്ലിക്റ്റുകളിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ അടുത്ത സമയത്തോ അല്ലെങ്കിൽ ഇന്നേ ദിവസമോ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തയായിരിക്കും, ആരാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തത്, ആരാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ചില കോൺഫ്ലിക്റ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പരാജയത്തിന് കാരണം ആരാണ്, എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സ് കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്താണ്. അതിന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു. മജീഷ്യൻ്റെ കാർഡാണ്, സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അന്ധകാരം, നിങ്ങൾ ഇത്രയും നാൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ വെളിച്ചത്ത് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇന്നേ ദിവസം എവിടെയെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ചില ബാങ്കിൽ നിന്ന് കിട്ടാനുള്ള പൈസയായിരിക്കും, നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടം കൂടി എടുക്കാൻ തീരുമാനിച്ച പൈസയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്ത് യാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസയായിരിക്കാം. നിങ്ങൾ കുറേ നാളായി വെയിറ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സാമ്പത്തികമാണ് ഇവിടെ കൂടുതലായി കാണുന്നത്. ഓക്കെ, അത് ഇവിടെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നു, സന്തോഷം വരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ഭയന്നിരുന്ന ചില സാഹചര്യം നിങ്ങളെ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് ചില ബ്ലാക്ക് എനർജിയിലോ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടുകളിലോ കൂടി ഭയന്നിരുന്നിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. അത് ആരോഗ്യ പ്രശ്നമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആ സാഹചര്യം എന്താകും എന്ന് വിചാരിച്ചിരുന്ന ആ സാഹചര്യം നിങ്ങൾ കടന്നിരിക്കുന്നു. ഒരു സമാധാനം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നതായി കാണുന്നു. അപ്പോൾ ആ സാഹചര്യം എന്തെന്ന് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് അറിയുന്നത്, നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, പല വ്യക്തികൾ കാണുന്നത് കൊണ്ട് ഇത് പലവരുടെ എനർജിയാണ് വരുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് ഇത് റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്തായിരിക്കും ആ വ്യക്തി എന്നെ കാണാൻ വരുമ്പോൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നു. ചിലവർക്ക് സാമ്പത്തികമായിരിക്കും, ചിലവർക്ക് രോഗമായിരിക്കാം. ഓക്കെ, ചില ഓപ്പറേഷൻ ആയിരിക്കാം. അപ്പം ആ ഒരു സാഹചര്യം കടന്നു കിട്ടിയതോട് നിങ്ങൾക്കൊരു സമാധാനം ലഭ്യമായതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുനർജനിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ചില കുട്ടികൾ ഇല്ലാത്ത വ്യക്തികൾക്ക്, ചില കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി, കാരണം വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില വ്യക്തികൾക്ക് കുട്ടികൾക്കുള്ള ഒരു സമയമായിരിക്കുന്നു. ചില പ്രഗ്നൻസി ഇവിടെ സ്റ്റാർട്ടായതായി കാണുന്നു.
ഓക്കെ, ചില ജോലികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ജോലികൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായി കാണുന്നു. ചില സ്ഥാനമാനങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, അത് നിന്നക്കല്ല വേറൊരാൾക്കാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ചില സ്ഥാനമാനങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് തന്നെ തിരികെ കിട്ടുന്നു. ചില ജോലി സ്ഥലങ്ങളിൽ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം തിരികെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ബ്ലോക്കേജുകൾ, ഓക്കെ, നിങ്ങളെ ചില വ്യക്തികൾ ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, മാനസികമായി നിങ്ങളെ വിഷമിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരികയാണ്. ഓക്കെ, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത കാര്യത്തിൽ ഇത്രയും നാൾ നിങ്ങൾ അവരുടെ പിറകെ ഇപ്പോൾ ബ്ലോക്ക് മാറ്റുമോ പിന്നെ മാറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ട്രെങ്ത് വരികയാണ്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. എന്നിട്ട് നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ബ്ലോക്ക് മാറ്റിയോ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ തിരിഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നിരിക്കുന്നു, ഒരു സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിരിക്കുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 3 ഓഫ് വാണ്ട് പറയുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫാമിലി പരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കാം നിങ്ങൾ ചില പ്ലാനിങ്ങുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്ലാനിങ് സക്സസ്സിലേക്ക് പോകുന്നതായി കാണുന്നു. 10 ആണ് വന്നിരിക്കുന്നത്. 10 വരുമ്പോഴത്തേക്കും സണ്ണിൻ്റെ കാർഡാണ്. കുടുംബജീവിതത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ജോലിയാണെങ്കിലും അത് സക്സസ്സിലേക്ക് കടന്നു പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ട് ശരിയായ റൂട്ടിൽ തന്നെയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയായ റൂട്ടിൽ കൂടി തന്നെയാണ് പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സോളാർ പ്ലെക്സ് ചക്ര. സോളാർ പ്ലെക്സ് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ നാഭിയിൽ നിന്നും 4 ഫിംഗർ മുകളിലായിട്ടാണ് കാണുന്നത്. മഞ്ഞ തുണി എടുത്തിട്ടിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ സോളാർ പ്ലെക്സ് ചക്രയുടെ ശബ്ദം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രം എന്നാണ് അതിൻ്റെ ശബ്ദം. രം അത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുക. ഓക്കെ, മഞ്ഞ കളറിലെ വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. മഞ്ഞ കളറും ജീരക വെള്ളം വരും, മഞ്ഞ ജ്യൂസ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മന്ത്രം പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ മുകളിൽ അടുത്ത് വെച്ചതിന് ശേഷം നിങ്ങളിത് പറയുന്ന സമയത്ത് കൈ ആ ഒരു വെള്ളത്തിലേക്ക് ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് എപ്പോഴാണ് പറഞ്ഞു തീരുന്നത് ഒന്ന് ഹോൾഡ് ചെയ്ത് ചാർജ് ചെയ്താലും മതി, അല്ലെങ്കിൽ കൈ എത്ര നേരം ഇരിക്കുമ്പോൾ കൈ വേദനിക്കും. ഓക്കെ, അതിന് ശേഷം നിങ്ങളത് കുടിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് ആണ്. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ സൈലൻറ്റ് ചെയ്യുക. സൈലൻറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം അത് കേൾക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് പരസ്യം വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സോളാർ പ്ലെക്സ് ചക്ര നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇത് ദിവസവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികത്തിൽ വരുന്ന പ്രശ്നങ്ങൾ മാറുന്നതാണ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട്, നിങ്ങളുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ട്, സെക്സ് പരമായിട്ടുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സാക്രൽ ചക്രയാണ് ഹീൽ ചെയ്യേണ്ടത്. സാക്രൽ ചക്ര ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് തുണി വേണം നിങ്ങളുടെ മടിയിലോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ഓറഞ്ച് കളറിലെ വെള്ളം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. വെള്ളമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് ഭയങ്കര ഭയമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ റൂട്ട് ചക്രയാണ് ചെയ്യേണ്ടത്. റെഡ് കളറാണ്, അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ലമ്മാണ്. ഓക്കെ, സാക്രൽ ചക്രയുടെ വമ്മാണ്. അപ്പം ഇത് നിങ്ങൾ കൂടുതൽ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് അടുത്ത് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ 2 കാർഡ്സാണ് വെക്കുന്നത്. അതിൽ ഒരു കാർഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ബാലൻസിങ്ങിൽ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു വിജയം വേണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം വരുന്നുണ്ട്. നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ 9 സോഡിൻ്റെ എനർജിയാണ്. വാളുകളുടെ എണ്ണമാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. ഇവിടെ കപ്പിൻ്റെ എനർജി ഇല്ല. ചില ഡിപ്രഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഡിപ്രഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ? നിങ്ങളുടെ പേഴ്സണ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഡിപ്രഷൻ വന്നിരിക്കുന്നത്? ഓക്കെ, ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിരിക്കുന്നു. എന്തോ തെറ്റ് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അവർ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നു. അവരുടെ സന്തോഷത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവർ നശിപ്പിച്ചതായി കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സ്നേഹത്തെയോ സന്തോഷത്തെയോ അവർ വിട്ടുപോകേണ്ടതായി വന്നു. ഓക്കെ, ആ വിട്ടുപോയത് കൊണ്ട് അവർക്ക് ഇപ്പോൾ അവർ ചെന്നിടവും കിട്ടിയില്ല. അവർ ചെന്നത് ചിലപ്പോൾ ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ അടുത്തോട്ടായിരിക്കും അവർ പോയത്. ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ച് ചില വ്യക്തികളെ നിങ്ങളെ വിട്ടിട്ട് ചില വ്യക്തികളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് യാതൊരു സന്തോഷവും ലഭിക്കുന്നില്ല. അവരൊരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അപമാന ഭാരം കൊണ്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എൻ്റെ വ്യൂസിൻ്റെ മെസ്സേജ്, വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നമുക്ക് 3 കാർഡ് എടുക്കാം. നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഒന്നിലധികം ആൾക്കാരെ മനസ്സിൽ വിചാരിക്കണമെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ മനസ്സിൽ വിചാരിച്ച് ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഒന്നുകിൽ നിങ്ങളിൽ നിന്നും ദൂരെ ആയിരിക്കാം, വിദേശത്തായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മാനസികമായി ദൂരെ ആയിരിക്കാം. നോ കോണ്ടാക്റ്റ് ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നിങ്ങളുടെ ചിന്തകൾ അവർക്കുണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കാറുണ്ട്. പക്ഷേ അതവർ രഹസ്യമാക്കി വെക്കുകയാണ്. നിങ്ങളോടുള്ള ഇഷ്ടം അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആരോടും കാണിക്കുന്നില്ല, നിങ്ങളോടും പ്രകടമാക്കാത്ത രീതിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവർ നിങ്ങളെ ബ്ലെയിം ചെയ്തിരുന്നു. നിങ്ങളാണ് കുറ്റക്കാർ, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, മാറിപ്പോകൂ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നേരെ ആയാന എന്നൊക്കെ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നറിയാം. പക്ഷേ അവർക്ക് അവരുടെ ആത്മാവിനെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ആത്മാവിനെ അവർ ഇൻസൾട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിങ്ങളെ അവർ തള്ളിക്കളയുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർ ഇവിടെ രണ്ടാമത്തെ കാർഡുകാർ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളുടെ പേഴ്സണ് കൂടുതലും വർക്ക് ഹോളിക്കാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അവർ പിറകിൽ മാറ്റിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, എപ്പോഴും അവർക്ക് വർക്കുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഗിൽറ്റി ഫീൽ തോന്നുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇമോഷണലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും തരുന്നില്ല അല്ലെങ്കിൽ തന്നിട്ടില്ല. എന്നിട്ട് പോലും ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ആ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു വിഷമം, കുറ്റബോധം അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ,
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡുകാർ ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുമായിട്ടൊരു ഗ്രോത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരണമെന്നും അവരാഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നീ എന്നിലേക്ക് തിരിച്ചു വാ എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഗ്രോത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. നീ എന്നിലേക്ക് തന്നെ തിരിച്ചു വരൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.